ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടിൻഡു സുബിൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ചീരത്തോരൻ എങ്ങനെ വെക്കുന്നത് നോക്കാം. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വേലിച്ചീര, ജപ്പാൻ ചീര, മൈസൂർ ചീര എന്നൊക്കെ പറയും. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞങ്ങളിവിടെ കോയമ്പത്തൂരാണ്. ഇവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണിത്. ഇത് ഒരു ചെറിയ കമ്പ് കൊണ്ട് വെച്ചിട്ട് ടെറസിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കെട്ടിയിട്ട് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞങ്ങൾക്ക് അധികം വളരാൻ നിർത്തത്തേ ഇല്ല. അതിന് മുന്നേ ഒടിച്ചെടുക്കും. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: കുറച്ച് തേങ്ങ, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര, ഒരു സവോള, ചെറിയൊരു സവോള നല്ല കൊത്തി അരിഞ്ഞു വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമായത് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കടുക്, പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനം ഒരു മുട്ട. ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിനുശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുകിടുക. അതിനുശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇവയെല്ലാം കൂടെ അരിഞ്ഞത് ചേർക്കാം. ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർക്കുക. അതിന് കൂടെ ചീരയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാപ്പീരയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ല മിക്സ് ചെയ്ത് കൊണ്ടുവരും. ഇത് നമ്മൾ ചീരയൊന്നും കഴിക്കാത്ത കുട്ടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പിള്ളേർക്കത് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മൂടി വെച്ച് വേവിക്കുക. ഇതിൻ്റെ ആവിയിൽ തന്നെ അത് വെന്തോളും. നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കണ്ട. അതിൻ്റെ ആ ഒരു സ്റ്റീമിൽ തന്നെ ഇപ്പം നമ്മുടെ ചീരയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട ചേർത്ത് നന്നായിട്ടത് ചിക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് അത് തുറന്ന് വെച്ച് തന്നെ നമ്മൾ ചിക്കി പൊരിച്ചെടുക്കണം. ആ ചിക്കി പൊരിച്ച് നന്നായിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിരിക്കുന്നു. കുട്ടികളൊക്കെ നല്ലതായിട്ട് കഴിക്കും. കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരത്, എനിക്കിവിടെ പിള്ളേർക്ക് 2 പേർക്കും അത് മതി. അവരത് എപ്പോഴും ചോദിക്കും ചീരയുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ കൊണ്ടുപോകും. വേറെ ഒരു കറിയും വേണ്ട അവർക്ക്. ചീരയും മുട്ടയും കൂടെ തോരൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി അവർക്ക്. അപ്പോൾ നമുക്കിത് സർവിങ് ബൗളിലേക്ക് മാറ്റാം. സൂപ്പറായിട്ടുള്ളൊരു ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.